ഗൗതം അദാനി വിഷയത്തിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു. വിഷയത്തിൽ ചട്ടം 267 പ്രകാരമുള്ള അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ ഇന്നും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അതിനിടെ വയനാട്ടിൽ നിന്നും വിജയിച്ച് പ്രിയങ്ക ഗാന്ധിയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി രവീന്ദ്ര വസുന്ധരാവോ ചവാനും ലോക്സഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. സിബി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാവ്യ, തുടർച്ചയായ മൂന്നാം ദിവസവും പാർലമെന്റ് ഈ അദാനി വിഷയത്തിൽ സ്തംഭിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നും അദാനി വിഷയത്തിൽ റൂൾ 267 പ്രകാരം സഭ അടിയന്തരമായി ചർച്ചയെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എം പിമാർ നോട്ടീസ് നൽകിയിരുന്നു. ഇന്നും ഇരു സഭകളിലെയും അധ്യക്ഷന്മാർ ഈ അദാനി വിഷയം ചർച്ച ചെയ്യാനാകില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് പ്രതിപക്ഷങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ആദ്യം 12 മണിവരെ നിർത്തിവെച്ച സഭ പിന്നീട് വീണ്ടും ചേർന്നപ്പോൾ ബഹളം ശക്തമായതോടെ നാളത്തേക്ക് പിരിയുന്നതായി അറിയിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ തുടർച്ചയായ മൂന്നാം ദിവസമാണ് സഭയുടെ നടപടികൾ. ഈ ശീതകാല സമ്മേളനത്തിൽ സഭയിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകാതെ സഭ ഈ ഒരു വിഷയത്തിൽ പിരിയുന്നത്. എന്തായാലും മറ്റ് നിരവധി കാര്യങ്ങളും പ്രതിപക്ഷ എം പിമാർ അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയിരുന്നു. പ്രത്യേകിച്ച് യുപിയിലെ സംബാൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് എ റഹീം എം പി രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. അതുകൂടാതെ കേന്ദ്രത്തിന് വയനാടുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കെ രാധാകൃഷ്ണൻ എം പി നോട്ടീസ് നൽകിയിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇന്ന് സഭ പോയില്ല. അതേസമയം മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രണ്ടുപേർ ഇന്ന് ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഒന്ന് വയനാട്ടിൽ വിജയിച്ച പ്രിയങ്ക ഗാന്ധി ഇന്നിപ്പോൾ ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. മറ്റൊന്ന് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള എം പി രവീന്ദ്ര വസുന്ധരാവോ ചവാനും ഇന്നിപ്പോൾ ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായത്, ഇതിൽ ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ഈ വയനാട്ടിലെ ദുരന്ത സഹായം വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇന്ന് ചോദിച്ചിരുന്നു. ഇതിന് കൃത്യമായൊരു മറുപടി അവർ നൽകിയത്, ഇനിയും ഈ വയനാടിന് കൂടുതൽ കേന്ദ്ര ധനസഹായം ലഭിക്കില്ല എന്നുള്ള ഒരു മറുപടിയാണ് ഇത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് ഇത്തരത്തിൽ ഒരു പ്രത്യേകമായ ധനസഹായം നൽകാനാവില്ല എന്നൊരു നിലപാട് വീണ്ടും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയാണ്. ഇതിൽ ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ഏകദേശം 50% ബാക്കി ഉണ്ടെങ്കിൽ ഇനി വീണ്ടും തുക അനുവദിക്കാനാകില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഈ ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് വ്യക്തമാക്കുന്നത്. അങ്ങനെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ കേരളത്തിന് ₹1 പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൂടാതെ ഇതൊരു അതിതീവ്രമായ ഒരു ദുരന്തമായി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ എം പിമാർക്ക് അവരുടെ എം പി ഫണ്ടിൽ നിന്നും ₹1 കോടി നൽകാനുള്ള ഒരു സാധ്യതയും അവിടെ അടയുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ ഇത്തരത്തിൽ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കൂടുതൽ ധനസഹായം അനുവദിക്കുമ്പോഴാണ് കേരളത്തിന് ₹1 പോലും ലഭിക്കില്ല എന്നുള്ള ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നത്. എന്തായാലും വളരെ പ്രതിലോമപരമായ ഒരു നയമാണ് കേരളത്തോട് സ്വീകരിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് എം പി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സഹായം ലഭിക്കില്ല എന്നുള്ള ഒരു കൃത്യമായ സൂചന തന്നെയാണ് ഇന്നിപ്പോൾ ജോൺ ബ്രിട്ടാസ് എം പിയുടെ ചോദ്യത്തിന് കേന്ദ്രം നൽകിയ മറുപടി. കാവ്യ.